നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ഇയറാണ്. ടീമുകൾ അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞു. ബ്രസീലൊക്കെ അവരുടെ മാർച്ച് മാസത്തിലെ ഫ്രണ്ട്ലി കരുത്തുറ്റ ടീമുകളോട് കളിക്കുന്നു. ഓൾറെഡി നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അർജൻറ്റീനയ്ക്ക് മാർച്ചിൽ ഫൈനലിസിമായി ഉണ്ട്. അതിനുശേഷം ഒരു മത്സരം കൂടി കളിക്കാം. അത് ആരോട് എന്നത് ആരാധകർ ഉറ്റുനോക്കിയാണ്. അതിപ്പോൾ തീരുമാനമായിട്ടുണ്ട്. മാത്രമല്ല, വേൾഡ് കപ്പിന് മുമ്പുള്ള ആ സന്നാഹ മത്സരങ്ങൾ കളിക്കാനുള്ള സമയത്ത് അർജൻറ്റീന ആരോടൊക്കെ കളിക്കും, ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അർജൻറ്റീനയുടെ വേൾഡ് കപ്പിനുള്ള ഒരുക്കം എങ്ങനെയാണ്, എവിടെ ബേസ് ചെയ്തിട്ടാണ് അർജൻറ്റീന ടീം വേൾഡ് കപ്പ് കളിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ TYC സ്പോർട്സ് വിശദമായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. നമ്മളതൊന്ന് പരിശോധിക്കുകയാണ്. അർജൻറ്റീന ദേശീയ ടീമിൻ്റെ കോച്ചിങ് സ്റ്റാഫ് ഇപ്പോൾ AFAയ്ക്കൊപ്പം ചേർന്നുകൊണ്ട് 2026 വേൾഡ് കപ്പിൻ്റെ ആ ഒരു ലോജിസ്റ്റിക്സും കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ പ്ലാൻ ചെയ്യുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും മെക്സിക്കോയിലും കാനഡയിലുമായിട്ടാണല്ലോ മത്സരങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വേൾഡ് കപ്പിന് ഉള്ള ഒരു ലീഡിങ് കാൻഡിഡേറ്റ്സ് എന്ന രൂപത്തിൽ അർജൻറ്റീന ദേശീയ ടീമിന് മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ഇപ്പോഴേ ഓർഗനൈസ് ചെയ്ത് മുന്നോട്ട് പോവേണ്ടതുണ്ട്. ടീമിൻ്റെ ബേസ് എവിടെയാണ് എന്നതാണ് ആദ്യം തീരുമാനിക്കുന്നത്. അതോടൊപ്പം തന്നെ 2 ഫൈനൽ ഫ്രണ്ട്ലീസ് ആരോടൊക്കെ കളിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. എന്തായാലും ഫൈനൽ കൺഫർമേഷൻ ഇനിയും വരാനിരിക്കുന്നു. പക്ഷെ അതിന് മുമ്പ് ഇപ്പോൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡിസംബർ 5 ആ ഒരു നറുക്കെടുപ്പ് കഴിഞ്ഞതോടുകൂടി അർജൻറ്റീന ഗ്രൂപ്പ് ജെയുടെ ഭാഗമായിരിക്കും എന്ന കാര്യം തീരുമാനമായതാണല്ലോ. അപ്പോൾ ലയണൽ സ്കലോനിയുടെ ടീമിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് കാൻസാസ് സിറ്റിയെ ബേസ് ആക്കിക്കൊണ്ട് അടുത്ത വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ളതാണ്. അവിടെ ടീമിൻ്റെ ക്യാമ്പ് അവിടെ സജ്ജീകരിക്കുക, എന്നിട്ട് കളിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ മത്സരം ജൂൺ 16 അൾജീരിയക്കെതിരെയാണ്. അപ്പം അത് വെറും 2 മണിക്കൂർ മാത്രമാണ് ഡല്ലസിൽ നിന്ന് ദൂരമുള്ളത്. സോ തീർച്ചയായിട്ടും ബാക്കി മത്സരങ്ങൾ ഓസ്ട്രിയക്കെതിരെയും ജോർദാനെതിരെയും ഒക്കെയാണ് കളിക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെ ടീമിന് വളരെയധികം അടുത്തുള്ള ഒരു സിറ്റി വേണം, ഈ സ്റ്റേഡിയങ്ങൾക്ക് അടുത്തുള്ളൊരു സിറ്റി വേണം എന്നുള്ള തരത്തിലാണിപ്പോൾ കാൻസാസ് സിറ്റിയിൽ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് മത്സരങ്ങൾ കളിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ്. മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക എന്ന് പറയുമ്പോൾ നിലവിൽ മാർച്ച് 27 ഫൈനലിസിമ പോരാട്ടമുണ്ട്. അത് കഴിഞ്ഞ് മാർച്ച് 31 അവരുടെ എതിരാളികൾ ആരായിരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. ആ മത്സരവും ഖത്തറിൽ വെച്ച് കളിക്കാനാണ് അവരിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതും ഖത്തറിനെതിരെ തന്നെ കളിക്കാനാണ്. അതായത് മാർച്ച് 31 മത്സരം ഖത്തറിനെതിരെ. ഖത്തർ വേൾഡ് കപ്പ് കളിക്കുന്ന ടീം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മത്സരം ഖത്തറിൽ തന്നെ വെച്ച് കളിക്കാനാണ് പ്ലാൻ എന്നാണ് ഇപ്പോൾ TYC സ്പോർട്സ് പറയുന്നത്. അപ്പോൾ ഖത്തറിനെതിരെ ഖത്തറിൽ കളിക്കും എന്ന് പറഞ്ഞാൽ കേരളത്തിലേക്ക് മാർച്ചിൽ വരൂ എന്ന ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നാണ് ഇപ്പോൾ TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ട്. പിന്നെ TYC സ്പോർട്സ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ള ഫ്രണ്ട്ലികൾ ആരോടൊക്കെ മെക്സിക്കോക്കെതിരെയും ഹോണ്ടറാസിനെതിരെയും കളിക്കാനാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. ഒഫീഷ്യൽ തീരുമാനം പിന്നാലെ വരും. അപ്പോൾ ഇത് ഒന്ന് ലാസ് വെഗാസിലും അതുപോലെ തന്നെ മയാമിയിലും കളിക്കാനാണ്. ഒരു കളി ലാസ് വെഗാസിലും മറ്റൊരു കളി മയാമിയിൽ. ജൂൺ 1 ജൂൺ 10 ഇടക്ക് ഈ മത്സരങ്ങൾ കളിക്കാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എതിരാളികൾ ആരാണ്, വെന്യൂ ഏതൊക്കെയാണ് എന്നുള്ളത് ഏകദേശം തീരുമാനമേ ആയിട്ടുള്ളൂ. ഫൈനൽ കൺഫർമേഷൻ ഇനിയും വരാനുണ്ട്. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് അധികം വൈകാതെ തന്നെ വരും എന്നുകൂടി ഇപ്പോൾ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് നല്ല രൂപത്തിൽ ഒരുങ്ങി ഇറങ്ങാനാണ് അർജന്റീന തീരുമാനിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.